ഹലോ, എല്ലാവർക്കും CBGയുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ മാസൂമാണ് ഫ്രം കാർബൺ ബ്ലൂ ഗ്ലോബൽ ഖത്തർ. അപ്പോൾ നമ്മളൊരു ടൈറ്റിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഗോൾ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്? എന്താണ് നമ്മൾ ഈ പേഴ്സണലിയും പ്രൊഫഷണലിയും നമ്മൾ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് എന്താണ് ഇപ്പോൾ കിട്ടാൻ പോണത്? ഈ ഒരു ചോദ്യങ്ങളാണല്ലോ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വ്യക്തിപരമായ ഡെവലപ്മെൻറ്റിനാണ് നമ്മൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നുള്ളത് എന്താ? പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ തൊഴിൽപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനാണ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓക്കെ, വ്യക്തിപരമായ ഒരു ഡെവലപ്മെൻറ്റിൽ നിന്ന് എനിക്ക് എന്ത് നേടാൻ പറ്റും? അപ്പോൾ എനിക്കൊരു നല്ലൊരു ഫാമിലി ലൈഫ് അതിൽ നിന്ന് നേടാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഞാൻ ഏൺ ചെയ്യണ ആ പൈസ എങ്ങനെ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഗോളിലേക്ക് എനിക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു പുതിയ വീട് വെക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ എനിക്കൊരു കാറ് വാങ്ങിക്കണം എന്നുണ്ടാവും. അപ്പോൾ എനിക്ക് കുറേ ഫൈനാൻഷ്യലായിട്ടുള്ള ഗോളുകളുണ്ടാവും. അപ്പോൾ ഗോളുകൾ എങ്ങനെ എത്തിക്കണം? അപ്പോൾ എനിക്ക് ഇന്ന രീതിയിൽ സേവ് ചെയ്യണം എന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മക്കളുടെ എഡ്യൂക്കേഷൻ നമുക്ക് സേവ് ചെയ്യാൻ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് എനിക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, ആ ഒരു ഗോളുകൾ ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് നമുക്ക് ബാക്കിയുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം, നമുക്ക് അറിയുന്ന വേറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരായിട്ടുള്ള റിലേഷൻഷിപ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള ഗോളുകൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിലൂടെയാണ് നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റുന്നത്. പിന്നുള്ളത് എന്താ? പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൊഴിൽപരമായ അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് വേണ്ട ജോലി കരസ്ഥമാക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കുക. അപ്പോൾ നമ്മൾ സർട്ടൻ ജോലി നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, പുതിയ ഹയർ ലെവലിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ എല്ലാ ആസ്പെക്റ്റിലും, ഇപ്പോൾ നമ്മളിപ്പോൾ തൊഴിൽപരമാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഫാമിലി പരമാണെങ്കിലും, ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ബന്ധങ്ങളാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഫൈനാൻഷ്യലായിട്ടുള്ള, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ നമുക്ക് ഗോളുകൾ ഉണ്ടെങ്കിലും, അപ്പോൾ നമുക്ക് കുറേ സ്ഥിതികളിൽ നമുക്ക് എത്തണം എന്നുണ്ട് ഈ ഓരോരോ ആസ്പെക്ട്സിൽ. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ പ്ലാനിങ്ങിലും നമ്മളെ എക്സിക്യൂഷനിലായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഗോൾ എന്ന് വെച്ചാൽ നമുക്കൊരു 3 ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിലൂടെ നമ്മുടെ ഗോളുകൾ നമ്മൾ എത്തിക്കണം. അപ്പോൾ ആ ഗോളുകൾക്ക് നമുക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു 3 ഭാഗങ്ങളായിട്ടാണ് നമ്മളത് കവർ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വിഷൻ ഉണ്ടാവണം. എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് എവിടെ എത്തണം, എനിക്ക് എന്തൊക്കെയാണ് പ്രോപ്പർലി എൻ്റെ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളൊരു വിഷൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വിഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഗോളിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെയാണ് എനിക്ക് എത്തേണ്ടത്, അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പർലി അത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു 3 എലമെൻറ്റ്സ് നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിങ് ആണെങ്കിൽ തന്നെ നമ്മളെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, പിന്നെ നമുക്ക് ഈ വിഷനിലേക്ക് എത്താൻ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, പിന്നെ ഫൈനലി നമ്മളെ പ്ലാൻ നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, നമ്മളൊരു വിഷനിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അടിത്തറ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം, നമ്മൾ ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ അടിത്തറയാണ് സെൽഫ് റിഫ്ലക്ഷൻ. അതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഞാനൊരു ചെറിയ കോട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹൂ ലുക്സ് ഔട്ട്സൈഡ് ഡ്രീംസ്, ഹൂ ലുക്സ് ഇൻസൈഡ് അവേക്സ്. ഓക്കെ, അപ്പോൾ ഹൂ ലുക്സ് ഔട്ട്സൈഡ്, ആര് പുറത്തേക്ക് നോക്കുന്നോ ഡ്രീംസ്, അല്ലേ, സ്വപ്നം കാണുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആരാണ് പുറത്തേക്ക് നോക്കുന്നത്? അവൻ സ്വപ്നം കണ്ടിരിക്കും. അപ്പോൾ അവന് വേണ്ട ആഗ്രഹങ്ങളും ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അവൻ കണ്ടൊരു വിഷൻ, അവൻ എത്തേണ്ട ഒരു സ്ഥിതി അവൻ എന്ത് ചെയ്യും? അവൻ പുറത്തോട്ട് നോക്കി അവൻ സ്വപ്നം കണ്ടിരിക്കും. പക്ഷെ അവനത് കിട്ടില്ല കേട്ടോ, കാരണം സ്വപ്നത്തിലാണല്ലോ അവൻ. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു, പുറത്തോട്ട് നോക്കുന്നവൻ്റെ ഭാഗം കഴിഞ്ഞു. ഹൂ ലുക്സ് ഇൻസൈഡ് അവേക്സ്. അപ്പോൾ ആരാണ് ഉള്ളിലോട്ട് നോക്കുന്നത്? ആരാ സ്വയത്തെ നോക്കുന്നത്, സ്വയം വിലയിരുത്തുന്നത്? അവേക്സ്. അവൻ എഴുന്നേക്കും. അവൻ എഴുന്നേറ്റിട്ട് എന്തു ചെയ്യും? അവന് വേണ്ട കാര്യങ്ങൾ അവൻ പോയി നേടും. അപ്പോൾ ഈ ഒരു കോട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടേക്കാണ് ഞാൻ ചെന്നെത്തുന്നത് എന്നുള്ളത്.
അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ലൈഫിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുമോ? സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ചില ആൾക്കാർ ഇത്രയും പെട്ടെന്ന് അവർ ഗ്രോ ചെയ്യണത്. അപ്പോൾ അവർ ജോലിയിലാണെങ്കിൽ തന്നെ പ്രൊമോഷനൊക്കെ വാങ്ങിച്ചിട്ട് അവർ എന്ത് ചെയ്യും, നല്ലൊരു നിലയിലെത്തും, അല്ലെങ്കിൽ നല്ല ജോലികൾ മാറിയിട്ട് നല്ല നല്ല ജോലികൾക്ക് മൂവ് ചെയ്തിട്ട് ഒരു നല്ല സ്ഥിതിയിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, ചില ആൾക്കാർ ഇത്രയും പെട്ടെന്ന് അവർ ഗ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റൊരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ചില ആൾക്കാർ ഒട്ടും ഗ്രോ ചെയ്യുന്നില്ല, അവരങ്ങനെ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ്. അവരിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ്? എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ നല്ല സ്ഥിതിയിലേക്ക് എത്തുന്നവരുടെ ഒരു സക്സസ്സിനുള്ളൊരു ചെറിയൊരു സീക്രറ്റ് ഉണ്ട്. സീക്രറ്റ് അല്ല, അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത്. ഒരു സിമ്പിൾ ഹാബിറ്റ് വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ നിലയിലെത്തുന്നത്. അതാണ് സെൽഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ലുക്ക് ഇൻവേർഡ്സ് എന്നുള്ളൊരു സംഭവം നമ്മൾ കേട്ടല്ലോ, ഉള്ളിലോട്ട് നോക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് തന്നെയാണ് സെൽഫ് റിഫ്ലക്ഷൻ. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് നോക്കി നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നതിനാണ് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മളെ ചിന്തകളാകാം, നമ്മളെ പ്രവൃത്തികളാകാം, നമ്മളെ വികാരങ്ങളാകാം, ഇതെല്ലാതും നമ്മൾ ചിന്തിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു സിമ്പിൾ പ്രോസസ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവും. എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ ഞാൻ ചെയ്യുന്നു, അത് ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നു, പിന്നെ ഇപ്പോൾ ഞാൻ ഈ ചെയ്യണതിൽ എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും എന്നുള്ളൊരു ഈ ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആവും. വളരെ സിമ്പിളാണ്. വേണമെങ്കിൽ ഈ ഒരു സൈഡിൽ ഈ സംഭവം അവസാനിക്കാം. പക്ഷേ നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കവർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെൽഫ് റിഫ്ലക്ഷനിലൂടെ നമ്മൾ എന്താണ് നേടുന്നത്? നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയാണ്. നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ചുറ്റുവട്ടങ്ങളെ നമുക്ക് ആക്ച്വലി പ്രോപ്പർലി നമുക്ക് എഫക്റ്റ് ചെയ്ത് മാറ്റി നമുക്ക് വേണ്ട ഒരു രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ സെൽഫ് റിഫ്ലക്ഷൻ്റെ കാര്യം? ഇപ്പോൾ ഞാൻ കുറേ പറഞ്ഞു. ഓക്കെ, ഉള്ളിലോട്ട് നോക്കണം, എന്താണ് അതിൻ്റെ, എന്തുകൊണ്ടാണ് അത് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറേ കാരണങ്ങളുണ്ട്. ഈ ഒരു സെൽഫ് റിഫ്ലക്ഷനിലൂടെ നമുക്ക് കുറേ ക്വാളിറ്റീസ് നമുക്ക് വരും. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ക്വാളിറ്റിയാണ് പ്രൊആക്ടിവിറ്റി. സെൽഫ് റിഫ്ലക്ഷനിലൂടെ നമ്മൾ പ്രൊആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അത് മനസ്സിലായി. ഇപ്പോൾ ഞാൻ പുതിയൊരു വാക്ക് കൊണ്ടുവന്നു, പ്രൊആക്ടിവിറ്റി. എന്താണ് ഈ പ്രൊആക്ടിവിറ്റി? പ്രൊആക്ടിവിറ്റി എന്ന് വെച്ചാൽ സിമ്പിളി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് സിമ്പിൾ ഡെഫിനേഷനിൽ പറയാം. ഒന്നെന്ന് വെച്ചാൽ ഇനീഷ്യേറ്റിംഗ് എ ചേഞ്ച്, എന്ന് വെച്ചാൽ ഞാനൊരു ചേഞ്ച് കൊണ്ടുവരുന്നതിനാണ് പ്രൊആക്ടിവിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഡെഫിനേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണ്, നമ്മൾ മുന്നോട്ട് നോക്കിയിട്ട് ഓക്കെ ഇന്നൊരു പ്രോബ്ലം വരാനുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു മാറ്റം വരാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഇപ്പം തന്നെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണ് മുന്നോട്ട് നോക്കിയിട്ട്. അപ്പോൾ അതിനും എന്ത് ചെയ്യുക, പ്രൊആക്ടിവിറ്റി എന്ന് പറയും. ഇപ്പോൾ പ്രൊആക്ടിവിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ പ്രൊആക്ടിവിറ്റിയും ഈ സെൽഫ് റിഫ്ലക്ഷനും തമ്മിലുള്ള എന്താ ബന്ധം? ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്ത് വേണം? അതൊരു ചിന്ത വേണമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് നോക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ മുന്നോട്ട് നോക്കണതിന് എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നോക്കിയിട്ട് ഓക്കെ ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊആക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ പ്രൊആക്ടിവിറ്റിയുടെ ഡെഫിനിഷനും സെൽഫ് റിഫ്ലക്ഷനും പ്രൊആക്ടിവിറ്റിയും നമ്മളെ ബന്ധവും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ഈ പ്രൊആക്ടിവിറ്റിയുടെ ഗുണം എന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതിനൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പ്രൊആക്ടിവിറ്റിയുടെ ഗുണം എന്താണ്? ഇപ്പോൾ നമ്മളൊരു യാത്ര പോകണമെന്ന് ആലോചിച്ചു. ഒരു യാത്ര പോകണം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇപ്പോൾ പ്രൊആക്ടിവിറ്റിയുടെ ഗുണം എവിടെ വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ യാത്ര പോകണമെങ്കിൽ എന്താ, നമുക്ക് കുറേ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ടാവും. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ടാവും. ഇപ്പോൾ യാത്ര പോകാൻ നമുക്ക് ചിലപ്പോൾ കുറച്ച് പൈസ ശേഖരിക്കണം എന്നുണ്ടാവും. അപ്പോൾ ലെറ്റ്സ് സേ ഒരു മാസത്തിന് ശേഷം എനിക്ക് യാത്ര പോകണം എന്ന് നല്ല ബോധമുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്യും, മൂപ്പര് നേരത്തെ തന്നെ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും, അതിനുള്ള പൈസ ശേഖരിക്കും, എന്നിട്ട് റെഡിയാവും. ഓക്കെ ഇന്നൊരു യാത്ര പോകണം, ഇമ്പോർട്ടൻ്റ് യാത്രയായിരിക്കും, മൂപ്പരുടെ കരിയർ അല്ലെങ്കിൽ മൂപ്പരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയായിരിക്കും. മൂപ്പര് എന്ത് ചെയ്യും, പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യും. പ്രൊആക്റ്റീവ് ആയതുകൊണ്ട് ഓക്കെ ഒരു മാസം അകലെയാണ് എന്ന് ചിന്തിക്കാണ്ട് ഒരു മാസം ഉള്ളോലോ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക. പക്ഷെ പ്രൊആക്റ്റീവ് അല്ലാത്ത ഒരാൾ എന്ത് ചെയ്യും, മൂപ്പര് അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ആ ഒരു ലൈഫിൻ്റെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്താ ഈ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല. ഇപ്പം ഞാനിപ്പോൾ ലെറ്റ്സ് സേ ഞാൻ പൈസ ശേഖരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ചിന്തിക്കില്ല. അപ്പോൾ അവസാനം യാത്ര ചെയ്യണ ദിവസം വരുമ്പോൾ എന്ത് സംഭവിക്കും, പ്രിപ്പയർ ചെയ്തവൻ എന്ന് വെച്ചാൽ ആ പൈസ ശേഖരിച്ച് വെച്ചു, ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ചെയ്തു എന്നുള്ളവൻ എന്ത് ചെയ്യും, അവൻ ആ യാത്ര വളരെ സ്മൂത്തായിരിക്കും. അവൻ ആ യാത്രയെല്ലാം വളരെ സന്തോഷവാനുമായിരിക്കും.
പ്രോപ്പർലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതിനാണ് എന്താ പറയുക, നമ്മൾ പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണത്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു യാത്ര ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച് നമ്മളൊരു ആക്ഷൻ എടുത്തു. പക്ഷേ അത് ചിന്തിക്കാത്തവൻ എന്താ സംഭവിക്കുക, ഒരു റിയാക്റ്റീവ് റെസ്പോൺസാണ് അവനുണ്ടാവുക. എന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ ആ ദിവസമാവും, അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അറിയില്ല, പൈസ ശേഖരിച്ചിട്ടില്ല, ആരെങ്കിലും എന്നൊക്കെ ചോദിച്ച് വാങ്ങിക്കണം, ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല, അപ്പോൾ ഇവിടെ ഞാൻ കറൻറ്റ് ഉള്ള സ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ അതും ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ അവൻ എങ്ങനെയും ഹാൻഡിൽ ചെയ്ത് അവൻ ആ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അവനൊരു ഭയങ്കര ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാനിതിന് കറക്റ്റ് പ്രിപ്പയർ ചെയ്തില്ലല്ലോ, കറക്റ്റ് ആക്ഷൻസ് എടുത്തില്ലല്ലോ ഈ ഒരു സംഭവത്തിന് പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളൊരു സങ്കടം നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആ സങ്കടം ഒഴിവാക്കാനാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഔട്ട്കംസ്, അതാണ് നമ്മളെ ഗോൾ. ശരി, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഔട്ട്കം നമുക്ക് വേണം. നമ്മുടെ ജോലിയിലാണെങ്കിൽ നമ്മുടെ ലൈഫിലാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല സ്ഥിതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ പ്രൊആക്റ്റീവ്ലി നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നീക്കങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ പ്രൊആക്ടിവിറ്റിക്ക് ജനറലി നമ്മൾ പറയാം മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മളെ ആക്ഷൻസ് ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ആയിരിക്കും, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട്, ഇപ്പോൾ എൻ്റെ ഈ ഒരു സ്വഭാവം ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലായി, പ്രൊആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. ഈ പ്രൊആക്ടിവിറ്റി വരാൻ എന്ത് വേണം, നമ്മൾ ചിന്തിക്കണം എന്നുള്ളതും നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മളെ കരിയർ വൈസ് നമ്മൾ എടുത്തു നോക്കുകയാണെന്ന് ആലോചിച്ചു. കരിയർ വൈസ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലെറ്റ്സ് സേ നമ്മളൊരു സൈറ്റ് എഞ്ചിനീയർ ആണെന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മൾ സൈറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ സൈറ്റിലിപ്പോൾ നമ്മളൊരു ഡെയിലി പ്രോഗ്രസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മൾ ഡെയിലി പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആളാണ്, സൈറ്റിലെ കാര്യങ്ങൾ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്ന ആളാണ്. നമ്മൾ നാച്ചുറലി ഇപ്പോൾ നമ്മൾ കാണുകയാണ്, ഓക്കെ സൈറ്റിലെ വർക്ക് കുറച്ച് സ്ലോ ആവുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം സ്ലോ ആയി, രണ്ടാമത്തെ ദിവസം സ്ലോ ആയി, മൂന്നാമത്തെ ദിവസം സ്ലോ ആയി, ഇതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരാളുടെയും റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരാളുടെയും വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ ദിവസം തന്നെ ഇത് സ്ലോ ആകുമ്പോൾ എന്ത് ചെയ്യും, അവൻ വിചാരിക്കും ഇതിങ്ങനെ സ്ലോ ആകാൻ പാടണമല്ലോ, എന്താണ് കാര്യം, സൂപ്പർവൈസർമാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവരായിട്ടൊന്ന് സംസാരിക്കണമല്ലോ, അല്ലെങ്കിൽ ആക്ച്വൽ വർക്കേഴ്സിന് സൈറ്റിൽ വർക്ക് ചെയ്യണവരോടൊന്നും പോയി സംസാരിക്കണമല്ലോ, എന്തെങ്കിലും ഇഷ്യൂകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടോ, എന്താണ് പ്രശ്നം, എന്താണ് കാര്യം, എന്തെങ്കിലും ഡോക്യുമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ് കിട്ടാൻ വല്ല ലേറ്റ് ആയിട്ടുണ്ടോ, എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അപ്പം അത് സോൾവ് ചെയ്യും. അതെന്ത് ഇഷ്യൂ ആവാം, പക്ഷെ നമ്മളത് നേരത്തെ തന്നെ നോക്കി നമ്മൾ സോൾവ് ചെയ്യും. പക്ഷെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് എന്താ സംഭവിക്കുക, അയാൾ ഇതേപോലെ ഒരു ദിവസം എന്താ പറയുക ഡിലേ ആകുമ്പോൾ വിചാരിക്കും അതൊരു ദിവസത്തെ പണിയല്ലേ എന്നായിരിക്കും, ഒരു ദിവസമല്ലേ ഡിലേ ആയത്, 2 ദിവസം ഡിലേ ആകുമ്പോൾ വിചാരിക്കും ഇത് 2 ദിവസത്തല്ലേ, പിന്നെ 3 ദിവസം ആകുമ്പോൾ 3 ദിവസമല്ലേ, ഒരാഴ്ച വരെ ഡിലേ ആയാലൊന്നും കുഴപ്പമില്ല. അവസാനം എന്ത് ചെയ്യും, ഇത് ഈ പ്രശ്നം പിന്നെയും മോശമായി വരും. ലെറ്റ്സ് ഒരു സർട്ടൻ ഡോക്യുമെൻറ്റ് കിട്ടാനുള്ള ഡിലേ ആണെങ്കിൽ ആ ഒരു വർക്ക് ഒരു 3-4 ദിവസം ഒട്ടും നടക്കില്ല. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും, അത് ഹയർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സൊക്കെ ഇൻവോൾവ് ആയി അത് വലിയ പ്രശ്നമാകുമ്പോൾ എന്തായിരിക്കും, അപ്പോഴായിരിക്കും ഇവർ ആക്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമയം ഉണ്ടാവില്ല, അതെന്ത് ചെയ്യും, നമ്മളെ പെർഫോമൻസിന് മൊത്തത്തിൽ ആ സൈറ്റ് മൊത്തത്തിൽ വലിയൊരു ഡിലേ വരും. അതുകൊണ്ട് കാരണം ഇപ്പോൾ ഈ ചെറിയ പ്രശ്നങ്ങൾ പിന്നിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ആ വലിയ പ്രശ്നങ്ങൾ നമ്മൾ എന്തിനാണ് എത്രയും പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. മേ ബി ലോങ് പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ലെറ്റ്സ് ഇപ്പോൾ അവിടുത്തെ അതിലുള്ള ഡ്രോയിങ്സ് മൊത്തത്തിൽ എന്തെങ്കിലും ഒരു മേജർ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഇഷ്യൂ ഏറ്റവും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നീങ്ങും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ പ്രൊആക്റ്റീവായിട്ടുള്ള റെസ്പോൺസ് എടുക്കണവരും റിയാക്റ്റീവായിട്ട് റെസ്പോൺസ് എടുക്കണവരും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മളെ ജീവിതവും നമ്മളെ കരിയർ തന്നെ കംപ്ലീറ്റ്ലി മാറും നമ്മൾ ഈ ഒരു പ്രൊആക്റ്റീവ് ആണെങ്കിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായി നമുക്ക്. ഓക്കെ, പ്രൊആക്ടിവിറ്റി നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, മുൻകൂട്ടി നമ്മൾ കാര്യങ്ങൾ കണ്ടു തുടങ്ങാനുള്ള ക്വാളിറ്റി നമുക്ക് വരണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ നമ്മളെ ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് ഇനിയുള്ളത്. ഓക്കെ, ചിന്തിച്ച് തുടങ്ങണം, പക്ഷെ എന്ത് രീതിയിൽ നമുക്ക് ചിന്തിച്ച് തുടങ്ങാം എന്നുള്ളത്. അപ്പോൾ ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, ഇന്ന് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് എടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, അപ്പോൾ ഇന്ന് എന്തൊക്കെ നന്നായി പോയി, ഇന്ന് എന്തൊക്കെ നമുക്ക് പ്രോപ്പർലി നടന്നില്ല. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. എന്നിട്ട് ഇപ്പോൾ ലെറ്റ്സ് സേ എന്തൊക്കെ നന്നായി പോയി എന്നുള്ളത് നമുക്കിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. എന്തൊക്കെ നന്നായി പോയില്ല എന്നുള്ളത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ നന്നായി ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നല്ല ഔട്ട്കംസ് കിട്ടിയ കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ സക്സസ്ഫുൾ ആയത്. ഇപ്പോൾ നമ്മളൊരു സർട്ടൻ സ്കില്ല് അല്ലെങ്കിൽ ഒരു സ്വഭാവം കാരണമായിരിക്കും അത് സക്സസ്ഫുൾ ആയത്. അപ്പോൾ അത് നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫെയിലായി, ഈ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫെയിലാവാൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് വേണ്ട പോലെ നടക്കാത്ത കാരണം എന്താണ്, അപ്പോൾ അതും നമ്മൾ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യുക. ഓക്കെ, ഇവിടെയൊക്കെയാണെങ്കിൽ കുറവുകൾ വന്നത്,
മേ ബി ഞാൻ ഈ ഒരു പ്രവൃത്തി ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വികാരം ഇവിടെ ശരിയായിരുന്നില്ല, ആ ഒരു ചിന്ത എൻ്റെ ശരിയല്ലാത്തതുകൊണ്ടാണ് ഇത് നടക്കാതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് സിമ്പിളി എന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്യൂച്ചറിൽ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ തരണം ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനൊരു ആക്ഷൻ എടുക്കണം എന്ന് നമുക്കറിയാം. അപ്പോൾ പതുക്കെ നമ്മുടെ ലൈഫ്, നമ്മളിപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പതുക്കെ നമ്മുടെ ഒരു ബിഹേവിയറിൽ തന്നെ പാറ്റേൺസ് ഉണ്ടാവും. അങ്ങനെയാണ് ഹ്യൂമൻസ് ബിഹേവ് ചെയ്യുക. നമ്മൾ ബിഹേവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ചിന്തിക്കാത്തതുകൊണ്ട് നമുക്കൊരു വ്യത്യാസം വരുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിന്തിച്ച് തുടങ്ങുകയാണെങ്കിൽ ഈ ഫ്യൂച്ചറിൽ വരുന്ന തെറ്റുകൾ പോലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് തന്നെയാണ് നമ്മൾ ഈ പ്രോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ക്വാളിറ്റി നമ്മൾ കവർ ചെയ്തു അല്ലേ, പ്രോ ആക്ടിവിറ്റി. ഇനി അടുത്തതെന്ന് വെച്ചാൽ സെൽഫ് അവെയർനെസ് ആണ്. അപ്പോൾ സെൽഫ് അവെയർനെസ് എന്ന് വെച്ചാൽ നമ്മളെ സ്വയം നമ്മളെ മനസ്സിലാക്കണേനാണ്. എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പർ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ എന്തൊക്കെ ശക്തികളാണ് എനിക്കുള്ളത്, എന്തൊക്കെ വീക്ക്നെസ്സസ് ആണ് എനിക്കുള്ളത് എന്ന് മനസ്സിലാക്കണം. ആ ഒരു സംഭവം, ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എൻ്റെ ശക്തികൾ എവിടെയാണ്, എൻ്റെ വീക്ക്നെസ്സസ് എവിടെയാണെന്ന് അറിയുന്ന ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ സെൽഫ് അവെയർ ആണെന്നുള്ളത് നമ്മൾ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം സിംപ്ലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ സ്ട്രോങ് പോയിൻറ്റ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് മാക്സിമം ഒഴിവാക്കി സൈഡിലേക്ക് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അറിയാത്ത ഒരാളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വേണ്ടാത്ത കുറേ സിനാരിയോ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തലയിട്ട് പോകും. കാരണം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല, കാരണം നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ വീക്കാണോ സ്ട്രോങ് ആണോ ഈ ഒരു കാര്യത്തിൽ എന്നുള്ളത്. ഇപ്പോൾ ചിലവരെന്ത് ചെയ്യും, നമ്മളിപ്പോൾ കുറേ ജോലികളുണ്ട്, നമ്മൾ ക്ലയൻസിനെ കണ്ടമാനം ഫേസ് ചെയ്ത് സംസാരിക്കുന്ന ജോലികളുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമുക്ക് അധികം ആൾക്കാരായിട്ട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, സ്ട്രോങ് അല്ലാത്ത ആളാണ്. ഇത് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു അറിവ് നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രോപ്പർലി അത് ഇന്ന് ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെയും അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ പോയി വീഴും. പക്ഷെ നമ്മൾ പ്രോപ്പർലി അനലൈസ് ചെയ്യണം. ഓക്കെ, എനിക്ക് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണമല്ലോ ഇഷ്ടം, എനിക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെക്നിക്കൽ ഭാഗത്തേക്ക് നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ കരിയർ നമുക്ക് അങ്ങോട്ടേക്ക് നീക്കാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് മോശമാണെന്ന് ഞാൻ പ്രോപ്പർലി മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഇത് വളരെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇരുന്ന് നമ്മൾ ചിന്തിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയായിരിക്കും എവിടെയൊക്കെയാണ് എൻ്റെ ശക്തികൾ, എവിടെയൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്സസ് എന്ന്. പക്ഷെ നമ്മളത് പ്രോപ്പറായിട്ട് കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ആക്ഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് എന്ത് വേണം, അതിന് സെൽഫ് അവെയർനെസ് വേണം. അതിനെന്ത് ചെയ്യണം, അതിന് നമ്മൾ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യണം, ചിന്തിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി, എന്താണ് സെൽഫ് അവെയർനെസ് കൊണ്ടുവരുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്, പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യണം. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ആക്ഷൻസിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ഓക്കെ, ഒരാഴ്ച ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് മനസ്സിലാവും ഈ ആഴ്ചയിൽ കോമൺ ആയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് തെറ്റുകളുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളങ്ങനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഓക്കെ ഇന്ന പ്രോബ്ലംസൊക്കെയാണ് ഞാൻ ഡെയിലി ഫേസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമുക്ക് നാച്ചുറലി വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്ക് മുന്നേ വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിന്തിക്കും. ക്രിട്ടിക്കലി നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് കുറേ പുതിയ പാഠങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എന്തൊക്കെയാണ് തെറ്റുകൾ സംഭവിച്ചത്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കരിയറിലാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞു, ആ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രൊജക്റ്റ് അനലൈസ് ചെയ്യാം. ഓക്കെ, ഈ പ്രൊജക്റ്റിൽ ഞാൻ എന്തൊക്കെയാണ് നന്നായി ചെയ്തത്, ഈ പ്രൊജക്റ്റിൽ ഇവിടെ ഒരു ഡിലേ വന്നിരുന്നോ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു തെറ്റ് വന്നിരുന്നോ, അതെങ്ങനെയാണ് വന്നത്, അതിപ്പോൾ ഇനി അടുത്ത പ്രൊജക്റ്റ് വരുമ്പോൾ അവിടെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇത് മൂന്നും എല്ലാതും ടൈഡാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ പ്രോ ആക്ടിവിറ്റി ആണെങ്കിലും നമ്മളെ സെൽഫ് അവെയർനെസ്, നമ്മുടെ സ്ട്രെങ്ത്സും വീക്ക്നെസ്സും പറയുന്ന സംഭവമാണെങ്കിലും പ്രോബ്ലം സോൾവിങ് ആണെങ്കിലും ഒക്കെ ടൈഡാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റണം എങ്ങനെയാണ്, നമ്മൾ പ്രോ ആക്റ്റീവ് ആകുമ്പോഴാണ്. നമുക്ക് പ്രോ ആക്റ്റീവായിട്ട് നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് നല്ലൊരു അറിവ് വേണം നമ്മുടെ സ്ട്രെങ്ത്സും വീക്ക്നെസ്സസിൻ്റെ ഒക്കെ. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം, അടിത്തറയായിട്ട് ഉള്ളത് എന്താണ്, സെൽഫ് റിഫ്ലക്ഷനാണ്. എന്ന് വെച്ചാൽ നമ്മളെ തന്നെ വിലയിരുത്തുന്നതാണ്. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ലാസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിനൊരു സിമ്പിൾ കോട്ട് ഞാൻ പറയുകയാണ്, സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ എന്താ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചീത്തായിട്ട് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മളെ തന്നെയല്ല നമ്മൾ കുറ്റപ്പെടുത്തുക, നമ്മളെ തന്നെയല്ല വിലയിരുത്തുക. നമ്മൾ എന്ത് ചെയ്യും, ഇവൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇതൊരു സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആയതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നോക്കിയിട്ട്
എൻ്റെ കുറവുകൾ എന്താണ്, ഇപ്പം എൻ്റെ കുറ്റങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കില്ല. അപ്പം നമ്മളൊരാളായിട്ട് ഒരു സിമ്പിൾ ആർഗ്യുമെൻ്റ് നമുക്ക് ഉണ്ടായെന്ന് ആലോചിച്ചോ. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്, ഞാൻ എന്താ പറയുക, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന കുറവുകളല്ല ഞാൻ നോക്കുക. ഞാൻ ആലോചിക്കുക, അവൻ ഇങ്ങനെ പറഞ്ഞു, അവൻ ഈ ഒരു കാര്യം ചെയ്തു, അതുകൊണ്ടാണ്. പക്ഷെ എൻ്റെ സ്വന്തം ചിന്തകൾ എത്ര മോശമാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വികാരങ്ങൾ എത്ര മോശമായിരുന്നു അവനോട്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം പ്രവർത്തികൾ, അവനെതിരുള്ള പ്രവർത്തികൾ എത്ര മോശമായിരുന്നു എന്ന് ആൾക്കാർ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ചിന്ത കുറച്ചും കൂടെ ബ്രോഡാക്കണം. എന്നുവെച്ചാൽ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കുറവുകളെ കുറിച്ച് ചിന്തിക്കണം. നമ്മളെ കുറവുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമുക്കുള്ള ഏറെക്കുറെ ഇൻട്രാക്ഷൻസ്, നമ്മൾ ആൾക്കാരായിട്ടുള്ള ഏറെക്കുറെ ബന്ധങ്ങളും നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുനടത്താൻ പറ്റും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരാളായിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൽ ഏറെക്കുറെ കേസുകളിൽ നമ്മളുടെ ഒരു കുറവുണ്ടാവും. അപ്പോൾ നമ്മളത് ആദ്യം മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാവും, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവരെ അത്ര കുറ്റപ്പെടുത്തില്ല. നമുക്ക് മനസ്സിലാവും നമ്മളെ ഭാഗത്തും കുറവുണ്ട്, അവരെ ഭാഗത്തും കുറവുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റാണ് വരിക. നമുക്ക് മറ്റുള്ളൊരാളോട് നമുക്ക് എന്ത് ചെയ്യും, ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് നമ്മൾ തമ്മിലുള്ള പ്രശ്നം, അപ്പോൾ നമ്മുടെ രണ്ടുപേരും കുറവുകൾ നമുക്ക് മനസ്സിലാക്കും. അതായത് നമുക്ക് എന്ത് സൊല്യൂഷനാണ് വേണ്ടതെന്നുള്ളത് ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താനേ നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ കൊണ്ടുവരും. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മളെന്ത് പറഞ്ഞു, പ്രൊആക്ടിവിറ്റി കൊണ്ടുവരുന്നു പറഞ്ഞു, സെൽഫ് അവെയർനെസ് കൊണ്ടുവരുന്നു പറഞ്ഞു, നമ്മളെ സ്ട്രെങ്ത്സും വീക്ക്നെസ്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, നമ്മുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞു, പിന്നെ ഫൈനലി എന്താ, നമ്മളെ ആൾക്കാരായിട്ടുള്ള റിലേഷൻഷിപ്സ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഒക്കെ അടിത്തറ എന്താണ്, സെൽഫ് റിഫ്ലക്ഷൻ ആണല്ലോ. ഇനി ഓക്കെ, ഇപ്പോൾ മനസ്സിലായി സെൽഫ് റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഉള്ളിലോട്ട് നോക്കുക, നമ്മളെ വിലയിരുത്തുക, നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് നമ്മളെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക എന്നുള്ളതൊക്കെ മനസ്സിലായി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനും ഒരു സ്ട്രക്ചർ വേണം. അപ്പോൾ വെറുതെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് കുറച്ച് നേരം ചിന്തിക്കുക, എങ്ങനെയാണ് ഇത് ചെയ്യുക, എങ്ങനെയാണ് പ്രോപ്പർലി സെൽഫ് റിഫ്ലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. അപ്പോൾ ഇതിന് മെയിൻലി 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജേർണൽ ചെയ്യാം, എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം. ഇതാണ് ഞാൻ ആദ്യം തന്നെ ഇത് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ബുക്കും പേപ്പറും എടുക്കുക, എഴുതുക. എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്തൊരു പ്രവൃത്തിനെ കുറിച്ചായിരിക്കാം. ആദ്യം ആ പ്രവൃത്തി എഴുതിയിട്ട് പിന്നെ എന്ത് പറയുക, എന്ത് രീതിയിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതാം. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തി, നമ്മുടെ വികാരങ്ങളെക്കുറിച്ചിട്ടും നമ്മുടെ ചിന്തകളെക്കുറിച്ചിട്ടും ഇപ്പോൾ നമ്മളെ പ്രവൃത്തികളെക്കുറിച്ചിട്ടും ഒക്കെ എഴുതാം. അപ്പോൾ ഇതൊരു നല്ല സംഭവമാണോ, ഇതെന്തുകൊണ്ട് എനിക്ക് വന്നു, ഇതെങ്ങനെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. ജസ്റ്റ് നമ്മൾ എഴുതി തുടങ്ങുകയാണെങ്കിൽ തന്നെ കണ്ടമാനം കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആവും. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക, കണ്ടമാനം ഐഡിയകൾ ഉണ്ടാവും. മനസ്സിൽ കണ്ടമാനം ഐഡിയകൾ ഉണ്ടാവും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതൊക്കെ നമ്മൾ പറയും കണക്ട് ദ ഡോട്ട്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഡോട്ട്സ് കണക്ട് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് പസിലുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പസിലുകളുടെ പീസുകൾ ഒരുമിച്ച് വെക്കണ പോലെയാണ് ഈ ഒരു സംഭവം. നമ്മൾ എഴുതി തുടങ്ങുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും സ്ട്രക്ചേർഡ് ആവുക. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ. അപ്പോൾ നമ്മളൊരു ജനറൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം. അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ എല്ലാവരുടെ അടുത്തും ഫോൺ ഉണ്ടാവും. നമ്മളെപ്പോഴും ഫോണുമേ ആയിരിക്കും. നമ്മളിങ്ങനെ കിടന്ന് സ്വൈപ്പ് ചെയ്യായിരിക്കും. നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു സോഷ്യൽ മീഡിയയ്ക്ക് ചാടിയായിരിക്കും. ഇപ്പോൾ ഫോൺ എടുത്ത് വെച്ച് എന്തുണ്ടാവും, അതിൻ്റെ സൈഡിൽ ടാബ് ഉണ്ടാവും. ടാബ് എടുത്ത് വെച്ച് എന്തുണ്ടാവും, ലാപ്ടോപ്പ് ഉണ്ടാവും. ലാപ്ടോപ്പ് എടുത്ത് വെച്ച് എന്തുണ്ടാവും, TV ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോരോ ഫോംസ് ഓഫ് എൻ്റർടൈൻമെൻറ്റിലേക്ക് നമ്മൾ ചാടുകയാണ്. നമുക്കൊരു ടൈമും ഇല്ല. എന്ന് വെച്ചാൽ നമ്മളൊരു മൂലയ്ക്ക് പോയിരുന്നിട്ട് മിണ്ടാണ്ടിരുന്ന് ചിന്തിക്കുന്ന സമയം. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് വേണം. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും ഫ്രീ ആയിട്ട്, ഇപ്പോൾ ലെറ്റ്സ് അതിനിപ്പോൾ സിമ്പിളായിട്ട് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ പോയിരുന്നിട്ട് എന്താ പറയുക, വേറൊരാളായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഫോൺസും നമുക്കുള്ള എന്താ പറയുക, ബാക്കിയുള്ള എല്ലാ ഫോംസ് ഓഫ് മീഡിയ നമ്മൾ മാറ്റി വെച്ചിട്ട് സിൻസിയറായിട്ടിരുന്ന് ചിന്തിക്കുക. എന്നിട്ട് ഈ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് കണ്ടമാനം കാര്യങ്ങൾ ക്ലിയർ ആവും. അത് ഇനിയും ക്ലിയർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളത് എഴുതി വയ്ക്കുക. നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് ചിന്തിക്കണമെങ്കിൽ, ഡീപ്പായിട്ട് നമുക്ക് നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം സ്ലോ ഡൗൺ ചെയ്യണം. കാരണം നമ്മൾ ഭയങ്കര ഫാസ്റ്റാണ്. നമ്മൾ ഫാസ്റ്റ് പേസ്ഡ് ഒരു ലൈഫ് എന്ന് എല്ലാവരും പറയുമല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പേസിനെ ഭയങ്കര ഫാസ്റ്റ്. നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചാടി കളിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് എന്നിട്ട് അവിടെ നിന്ന് വേണം എന്ത് ചെയ്യണം, നമ്മൾ എഴുതുക. നമുക്ക് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ 3 ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വികാരങ്ങൾ, ഇത് എഴുതി തുടങ്ങിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടമാനം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ മനസ്സിലായി നമുക്ക് ജേർണൽ ചെയ്യണം, നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് റിഫ്ലക്ഷന് കണ്ടമാനം മെത്തേഡ്സ് ഉണ്ട് അത് എഴുതി വരുമ്പോൾ. അപ്പോൾ ഇതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അത് നമുക്ക് നമ്മുടെ പ്രവർത്തികൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിച്ചു, വാട്ട് ഹാപ്പൻഡ് എന്നുള്ളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ദിവസത്തെ ഒരു സംഭവം എടുക്കുകയാണെങ്കിൽ
ആ ദിവസം നമ്മൾ എന്തൊക്കെ മേജറായിട്ട് സംഭവിച്ചു. ഓക്കെ, ഇന്നൊരു സംഭവം, ഇപ്പോൾ ജോലിയിലാണെങ്കിൽ എനിക്ക് എൻ്റെ മാനേജറായിട്ട് ഇങ്ങനൊരു സംസാരം ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ഡോക്യുമെൻ്റ് ഞാൻ വർക്ക് ചെയ്ത് ഒരു BOQ ഞാൻ ഉണ്ടാക്കി ഞാൻ സബ്മിറ്റ് ചെയ്തു. മേജറായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ലതായിരിക്കും. ഇപ്പം ശരിക്കും എന്താ പറയുക, നമ്മളെ മനസ്സൊന്ന് ഇമ്പാക്റ്റ് ചെയ്തു, നമുക്ക് കുറേ ചിന്തകളുണ്ടായ ഒരു കാര്യം, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉള്ളൊരു കാര്യങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യണം, വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ലെറ്റ്സ് എനിക്ക് ഇന്നൊരാളായിട്ട് ചെറിയൊരു വാക്ക് തർക്കമുണ്ടായി. ഓക്കെ, അതൊരു മേജർ പോയിൻ്റാണ്. കാരണം നമ്മൾ കുറേ ചിന്ത ഇൻവോൾവ് ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു അല്ലേ. അപ്പോൾ മാക്സിമം ഈ കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊരു ബയസ് ഒഴിവാക്കുക. അപ്പോൾ ഇവൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയെന്നുള്ള രീതിയിലല്ലേ എഴുതുന്നുണ്ട്. വളരെ ഒബ്ജക്റ്റീവായിട്ട്, എന്ന് വെച്ചാൽ ഞാനും അവനും തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായി, അതാണ് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള രീതി ആണല്ലോ. പിന്നെ എന്തുകൊണ്ട് അത് സംഭവിച്ചു, ഇനി ഈ ഒരു സംഭവം ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഭാഗം ആദ്യം നോക്കുക. ഇപ്പം ഈ ഒരു കാര്യം സംഭവിക്കാൻ ഇതിൻ്റെ പിന്നിൽ എൻ്റെ വികാരങ്ങൾ, എൻ്റെ പ്രവർത്തികൾ, ഇപ്പം എൻ്റെ ചിന്തകൾ. അപ്പോൾ ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗം എന്തൊക്കെയായിരുന്നു, മൈ റീസൺ, അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കവർ ചെയ്യണം. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നാച്ചുറലി നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബ്ലെയിം ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്. ഇപ്പോൾ നമ്മളൊരു ജോലി സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ആൾക്കാരായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മൾ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുള്ള ഫാക്ടേഴ്സിനെയും പുറത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ ബ്ലെയിം ചെയ്യുക. നമ്മളെ തന്നെ ഒന്നിനും നമ്മൾ ബ്ലെയിം ചെയ്യില്ല. അപ്പോൾ ഈ ഒരു തിങ്കിങ് കൊണ്ടുവരാനാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഓക്കെ, എന്തുകൊണ്ട് സംഭവിച്ചു, അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മളെ തന്നെ വിലയിരുത്തിയിട്ട് ആ ഒരു റീസൺസ് നമ്മൾ എഴുതണം. പിന്നെ എന്ത് ചെയ്യണം, അത് എഴുതുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും അതിൽ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് തന്നെ കുറേ കുറവുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ലെറ്റ്സ് സേ ഈ ഒരു വാക്ക് തർക്കം ഉണ്ടായാലും എൻ്റെ കുറേ കുറവുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും, ഇപ്പോൾ ഇവനായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിവിജ്വലിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ഈ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഞാൻ അവനായിട്ട് സംസാരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പിൻ്റെ പ്രോസസ്സ് എല്ലാ ദിവസവും ഒരാഴ്ചയ്ക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒരാഴ്ച എന്ന് വെച്ചാൽ 7 ദിവസം ജസ്റ്റ് എഴുതി വയ്ക്കുക. ഡെയിലി ഇന്ന കാര്യങ്ങളാണ് സംഭവിച്ചത്, അതെന്തുകൊണ്ട് സംഭവിച്ചു, എനിക്ക് അതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റുന്നുള്ളത്. അതിപ്പോൾ എല്ലാ കാര്യങ്ങളും ആവണമെന്നില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിന് നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചാൽ മതി. ഈ ഒരു 3 സ്റ്റെപ്പ് എഴുതുകയാണെങ്കിൽ തന്നെ എന്ത് മനസ്സിലാവും, നമ്മളെ സ്വഭാവത്തിൽ തന്നെ. ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സിന് നമ്മൾ പറയും വി ഓൾവേസ് ഹാവ് പാറ്റേൺസ് ഇൻ അവർ ബിഹേവിയർ. നമ്മൾ ഒരു ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പിന്നെയും ചെയ്യുക. അതിൽ നിന്നൊരു മാറ്റം നമ്മൾ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരാഴ്ച നമ്മളിത് എഴുതി വെക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, ഈ ഒരു കാര്യം ഞാൻ പിന്നെയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആൾക്കാരായിട്ട് ദേഷ്യപ്പെടുന്നതിന് ഇന്നൊരു കാര്യമുണ്ട്, എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ ആൾക്കാരായിട്ട് ദേഷ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ചിന്ത നമുക്ക് മാറ്റാൻ പറ്റും. ഇതൊരു വളരെ സിമ്പിൾ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കണ്ടമാനം കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർലി ഇരുന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മളെ ഭാഗത്ത് എന്തൊക്കെ കുറവുകളുണ്ടെന്നുള്ളത്. പിന്നെ ഉള്ളത് എന്താ, ദ പവർ ഓഫ് കൺസിസ്റ്റൻറ്റ് റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മളിത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് കിട്ടാൻ പോകണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് സിമ്പിളാണെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ എന്താ ചെയ്യാൻ പോകണം, ഞാൻ പിന്നെയും പറയണത് എന്താണ് നിങ്ങളോട്, നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ നമ്മളെ കുറവുകൾ മനസ്സിലാക്കണതാണല്ലോ. അപ്പോൾ നമ്മളെ കുറവുകൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളൊരു ചിന്ത എന്തായിരിക്കും, നമുക്കത് ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല ആണല്ലോ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മളെ കുറ്റങ്ങൾ അങ്ങോട്ട് കേൾക്കാൻ നമുക്ക് ആർക്കും ഉണ്ടാവില്ല ഒരു സുഖം. അപ്പോൾ അതൊരു എന്താ പറയുക, വളരെ ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളെ തന്നെ വിലയിരുത്താന്ന് വെച്ചാൽ അത് ആ ഒരു പ്രോസസ്സ് തന്നെ വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. നമുക്കത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ പറ്റുന്നുള്ളത് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അപ്പോൾ അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, കാരണം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി നമുക്ക് നമ്മളെ കുറ്റങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിൽ വരുന്ന ചിന്ത നമുക്കത് ഇമ്പ്രൂവ് ചെയ്യണം എന്നായിരിക്കും. ആൾക്കാർ ഇമ്പ്രൂവ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ മനസ്സിലെ വിചാരം എന്താ, അവരുടെ ഭാഗത്തൊരു കുറവുകളും ഇല്ല, അവരുടെ ഭാഗത്തൊരു കുറ്റങ്ങളും ഇല്ല, ബാക്കിയുള്ളവരാണ്, ഈ സാഹചര്യമാണ് പ്രശ്നക്കാരെന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആ ഒരു ലൈൻ ഓഫ് ചിന്ത മാറ്റുകയാണെങ്കിൽ തന്നെ നമ്മളെ ജീവിതം കംപ്ലീറ്റ്ലി മാറും. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇപ്പോൾ വീക്ക്നെസ്സസ് മാത്രമല്ല, എൻ്റെ ശക്തികൾ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും.
അപ്പോൾ ഈ ശക്തികൾ എന്ത് ചെയ്യും, നമ്മളെ ശക്തികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ പോയി ഇടപഴകും. നമ്മളെ വീക്ക്നെസ്സസ് എന്ത് ചെയ്യും, നമ്മളൊന്നെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ പോയി തലയിടാതിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ വീക്ക്നെസ്സസിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മളെ ലൈഫിലാണെങ്കിലും നമ്മളെ കരിയറിലാണെങ്കിലും നമുക്ക് എന്തൊക്കെ ഗോളുകളുണ്ട് ആ ഗോളുകളൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നമ്മളെത്തും. അപ്പോൾ ഇനിയിപ്പോൾ കരിയർ വൈസ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സെൽഫ് റിഫ്ലക്ഷൻ നമുക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം, നമുക്ക് ഇന്നൊരു സ്ഥിതിയിലെത്തണം, ഈ ഒരു ജോലി നമുക്ക് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇപ്പോൾ കോർ വാല്യൂസും നമ്മളെ സ്ട്രെങ്സും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എന്താണ് എനിക്ക് വാല്യുബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് ടീം വർക്കാണ്, അല്ലെങ്കിൽ എനിക്ക് സത്യസന്ധതയാണ്, പിന്നെ എൻ്റെ സ്ട്രെങ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഓക്കെ, എനിക്ക് ടെക്നിക്കലായിട്ടുള്ള നല്ല സ്കില്ലുണ്ട്, ഡ്രോയിങ്സ് നോക്കാനാണെങ്കിൽ അനലിറ്റിക്കലായിട്ടുള്ള സ്കിൽസ് ഉണ്ട്, മാത്തമാറ്റിക്കലായിട്ടുള്ള സ്കിൽസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ കൂടെ കൂട്ടി വരുമ്പോൾ എനിക്ക് എന്താണ് ലോങ് ടേം ആയിട്ട് എനിക്ക് എന്തായിരിക്കും നല്ലതാവുക. അപ്പോൾ എനിക്ക് ലോങ് ടേം ആയിട്ട് എനിക്ക് എന്താ വേണ്ടതെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് എന്ത് ചെയ്യും, ഈ സ്കില്ലുകളൊക്കെ കൂട്ടി വെച്ചാൽ എന്ത് ലോങ് ടേം ഗോളായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത്, ഈ രണ്ട് ചിന്തയും കൂടെ കമ്പൈൻ ചെയ്യുക. അപ്പോൾ മേ ബി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കില്ല നമുക്ക് ഏറ്റവും നല്ലത്, നമ്മളൊരു സ്ട്രെങ്സും നമ്മളൊരു വീക്ക്നെസ്സസും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമ്മൾ വിലയിരുത്തണം. നമ്മുടെ നമുക്കൊരു ചിന്ത ഉണ്ടാവും, നമുക്കൊരു ആഗ്രഹങ്ങളുണ്ടാവും, ആ ആഗ്രഹങ്ങളും നമ്മൾ നോക്കണം. അത് മാത്രമല്ല നമ്മുടെ സ്ട്രെങ്സും നമ്മുടെ വീക്ക്നെസ്സസും എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തണം, അപ്പോൾ അതിനിപ്പോൾ ലെറ്റ്സ് ചില കാര്യങ്ങൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ക്ലോസ് ചെയ്യണമല്ലോ. ആ ഒരു ഗ്യാപ്പ് എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു മനസ്സിലാക്കലിന് അത് നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഇപ്പോൾ നമ്മളെ ആഗ്രഹം ഇവിടെയാണ്, നമ്മളെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വേണ്ട ഒരു സ്ഥിതി ഇവിടെയാണ്, നമ്മൾ ഇവിടെയാണ്. അപ്പോൾ എന്തൊക്കെ സ്കില്ലുകൾ എനിക്ക് നേടണം, എൻ്റെ ബിഹേവിയർ എന്തൊക്കെ രീതിയിൽ ഞാൻ മാറ്റണം എന്നുള്ള ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു 3 സംഭവം നമുക്ക് എന്തിലൂടെയാണ്, സെൽഫ് റിഫ്ലക്ഷനിലൂടെയാണ് നമുക്ക് ചിന്തിച്ചെത്താൻ പറ്റുക ആ ലെവലിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ സെൽഫ് റിഫ്ലക്ഷൻ കവർ ചെയ്തു, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കവർ ചെയ്തു, നമ്മളതിൻ്റെ 4 ഭാഗങ്ങൾ, 4 മെയിൻ ഹാബിറ്റ്സ് നമുക്ക് കൊണ്ടുവരുന്നത്, 4 മെയിൻ ക്വാളിറ്റീസ് നമുക്ക് കൊണ്ടുവരും. നമ്മളെ പ്രൊആക്ടിവിറ്റി ആണെങ്കിലും, നമ്മളെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണെങ്കിലും, നമ്മളെ പ്രോബ്ലം സോൾവിങ് ആണെങ്കിലും, നമ്മുടെ സെൽഫ് അവെയർനെസ് ആണെങ്കിലും, നമ്മുടെ ശക്തികളും നമ്മുടെ സ്ട്രെങ്സും നമ്മുടെ വീക്ക്നെസ്സസും നമുക്ക് മനസ്സിലാവുന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിപ്പോൾ അടുത്ത നമ്മൾ കവർ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ ശക്തികളും നമ്മളെ കുറവുകളും ഇത് നമുക്ക് ഇനിയിപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കാരണം അത് മനസ്സിലാക്കിയാലാണ് ഇപ്പോൾ കരിയർ വൈസ് നമുക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ട ജോലി സാധ്യതകളിലേക്ക് നമുക്ക് വേണ്ട ആഗ്രഹിക്കുന്ന ജോലി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം നമ്മുടെ ശക്തികൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ കുറവുകൾ ഒന്നെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം അത് എക്സ്പോസ് ആവുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കണം. എന്നുവെച്ചാൽ നമ്മളത് ആൾക്കാരെ കാണിക്കാതെ നമ്മളത് ഒളിപ്പിച്ച് വെക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എത്തണം, ആ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്താണ് നമ്മളെ സ്ട്രെങ്സും വീക്ക്നെസ്സസും എന്താണെന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മളെ സ്ട്രെങ്സും വീക്ക്നെസ്സസും കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിപ്പോൾ കണ്ടമാന രീതികളുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും എവിടേക്കാണ് എൻ്റെ ശക്തികൾ, എവിടേക്കാണ് എൻ്റെ കുറവുകൾ എന്നുള്ളത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്.